നമ്മളെ നൗസുവിൻ്റെ ആ കഥയിലേക്കാണ് യോജിക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ട്. നമ്മളെ കുട്ടി അസന്താരിമി ഉസ്താദ് പറയുന്നത്, അതൊന്ന് കേട്ടോ കാണി. ഒപ്പം ഒപ്പല്ലാതാക്കി എന്താ തുറൂസിന്റെ ലൈറ്റിന്റെ ഡെക്കറേഷൻ ലക്ഷങ്ങളാണ് ചെലവ്. ആ ഒരു കള്ളശേഖന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ ലക്ഷങ്ങളാണ് നീർച്ചക്ക് ചെലവാക്കല്. സംസുലുള്ള കാലത്തുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത് കേട്ടോ. വലിയ ഉറൂസാണ് അവിടെ. അപ്പൊ ആ മഹാനവരുടെ കാലത്ത് ആര് വലിയ ആ വലിയ വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നു ശൈഖുന ശംസുൽ ഉലമയാണ്. കണ്ടില്ലേ, ആര് വലിയല്ല എന്നുള്ളത് പഠിപ്പിച്ചു തന്നത് അന്ന് ശംസുൽ ഉലമയാണ്. നൗസു അജ് കേൾക്കുന്നുണ്ടോ? എൻ്റെ കളശേഖന്റെ കാര്യമാണ് ഈ പറയണത്. വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയന് അവന്ന് വിളിക്കുക. ആരെ വിളിക്കുന്നത്? ശംസുൽ ഉലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവന് ശംസുൽ ഉലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുന ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? കണ്ടില്ല ഞങ്ങൾ, സൂഫിയാജിൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തോളം ഔലിയാണ് എന്ന് പറഞ്ഞ് കടന്നു. അങ്ങനെയാണ് ശംസുൽ ഉലമ ആ വൈക്ക് പോണത്. ശംസുൽ ഉലമ ഓനങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ സൂഫിയാജി ആകെ ബേജാറായി വരച്ചു. അസർ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇവനാകെ വരച്ചു. ശംസുൽ ഉലമയുടെ സിംഹഗർജനമാണ്. താടി വിറപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. ശംസുൽ ഉലമന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ സുലൈമാൻ ഔലിയന്റെ കാറ്റ് പോയിക്കണ്. സൂഫിയാജിയോട് ശംസുൽ ഉലമ അടിച്ചിറക്കുക അവനെ. മറിയിൽ ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്. അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ളൊരു സ്ഥലത്ത് കൂടാരം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത്, ആര് ഔലിയാണെന്ന് വലിയാണെന്ന് പഠിപ്പിച്ചെന്ന് ശംസുൽ ഉലമയാണ്. ആര് വലിയല്ല എന്നും പഠിപ്പിച്ചെന്നാണ് മഹാനായ ശൈഖ്. പോയിന്റുള്ള വിഷയമാണ് കുട്ടി അസന്താരിമി പറഞ്ഞത്. ആര് വലിയാണ് ആര് വലിയല്ല, അത് നമ്മളെ ഉസ്താദുമാർ, സ്വന്തം ഉസ്താദുമാർ നമ്മളോട് പറയും. ഇന്ന ആളടുത്ത് പോയിക്കോ, ഇന്ന ആളടുത്ത് നിന്ന് ദിക്റ് വാങ്ങിക്കോ, ഇന്നത് ചെയ്തോ എന്ന് നമ്മളുടെ സ്വന്തം ഉസ്താദുമാർ പറയും. ആ ഉസ്താദുമാർ പറഞ്ഞ ആളുകളെടുത്തുമായിക്കൊണ്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. അതല്ലാതെ 10 വർഷം ഓതിപ്പടിച്ച ആ ഉസ്താദുമാരെ തള്ളിയിട്ട് വേറെ ഒരു ശൈഖിനെ സ്വീകരിക്കുക എന്നുള്ളത് അതൊരിക്കലും ശരിയല്ല. ഒരിക്കലും ശരിയല്ല. നമ്മൾ 10 വർഷം ഒരു ഉസ്താദിനെ തോന്നി പഠിച്ചു കണ്ട് നമ്മൾ പഠിച്ച ആ ഉസ്താദ് വല്ല ത്വരീക്കത്തിലും പോയാൽ അപ്പം നമ്മളത് ചിന്തിക്കണം. നമ്മൾ പഠിച്ച ഉസ്താദുമാർ ചിലപ്പോൾ വല്ല ത്വരീക്കത്തിലും പോകും. ചിലപ്പോൾ അവർ ആരെങ്കിലും വശീകരിച്ച് കണ്ട് വല്ലതിലും പോയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം പോകണം എന്നൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഉസ്താദുമാർ. ഇപ്പം ഞാനൊരു ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചു. ആ ഉസ്താദിൻ്റെ അടുത്ത് 10 വർഷം പഠിച്ചിട്ട് പിന്നെ ഞാൻ ദിക്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ദിക്റും വാങ്ങിക്കൊണ്ട് നടക്കുക. അല്ലെങ്കിൽ വല്ല അതേമാതിരിക്കത്തെ വല്ല ഔലിയാക്കന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് ഓല് അങ്ങോട്ട് പറയണീന് അവിടെ ചെന്നിട്ട് ഇതാക്കുക. അത് ശരിയല്ല. അത് നമ്മളെന്ത് ചെയ്യണം? ആ വിഷയം ഇന്നോടത്തൊരു ഔലിയ ഉണ്ട്, ഇന്നോടത്തൊരാളുണ്ട് എന്നുള്ളത് നമ്മൾ ഉസ്താദിനോട് പറയണം. അപ്പം നമ്മൾ ഉസ്താദ് പറയും, അവിടെ പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറയും. പോകണ്ടെങ്കിൽ ഉസ്താദ് പറയും, ഞാൻ ചിന്തിക്കട്ടെ എന്നിട്ട് പോകാമെന്ന് പറയും. അങ്ങനെയാണ് എല്ലാ ഉസ്താദന്മാരും ചെയ്യൽ. നമ്മളൊക്കെ പഠിച്ച ഉസ്താദന്മാർ ഇപ്പം അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അതല്ലാത്ത രൂപത്തിൽ വരരുത്, അതല്ലാത്ത രൂപത്തിൽ ഷെയ്ഖ് ആവൂല എന്നാണ് ശംസുൽ ഉലമ ഉണ്ടായെന്ന് തന്നെ കുട്ടി അസന്താരിമീനോട് പറഞ്ഞ ആ സംഭവമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ട് ഇപ്പം കാട്ടിക്കൊണ്ട് എടുക്കുന്നത് ഞാൻ പറയാൻ കാരണം, ഇപ്പം ശംസുൽ ഉലമൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പോൾ കഴിച്ചത്. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ.
ഇനി നമുക്ക് നൗസുവിൻ്റെതൊന്ന് കേട്ടു നോക്കുക. നൗസു പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കുക എന്താണ്. എത്ര കറാമത്താണെന്നറിയൂ. അക്കാലത്ത് ജീവിച്ച ഒരു ഖാദിയോട് പറഞ്ഞത്, ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, നിങ്ങൾ ആദ്യം മരിച്ചാൽ ഞാനും കുളിപ്പിക്കാം. ശൈഖ് അവറുകൾ പറഞ്ഞതാ. EK ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം ആ സംഭവം. ഇത് ഞാൻ വെച്ചത് ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ EK ഉസ്താദ് എഴുതിയ മൗലൂദിൽ കാണാം ഈ സംഭവം എന്ന് പറയുന്നത് എന്തിനാണ് അറിയോ? ആ വിഷയം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഈ വീഡിയോ വെച്ചത്. കാരണം അത് മറ്റുള്ള ഐറ്റങ്ങൾ എന്ത് ചെയ്യുക, EK ഉസ്താദ് ആ വിഷയം എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഒപ്പ് വെക്കുക ലാസ്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റേ തരികിടെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഐറ്റങ്ങൾക്ക് മനസ്സിലായിക്കണം, അതുകൊണ്ട് കഴിച്ചിലായിപ്പോൾ. അല്ലെങ്കിൽ ഇവൻ്റെ ഈ കോപ്പറേറ്റീവ് തരത്തിനൊക്കെ നിന്നാണ്ടല്ലോ, നിന്നോ പടിയാവും എന്നല്ലാതെ. ആദ്യം മരിച്ചത് ശൈഖ് അവറുകൾ വഫാത്തായി കുളിപ്പിക്കാൻ ഖാദിയാര് വന്നു. കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ കണ്ണു തുറന്നു നോക്കി. കണ്ണു തുറന്നിങ്ങൾ നോക്കുമ്പോ ഖാദി പറഞ്ഞു, അന ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്, അവിടെ കിടന്നോളൂ, പേടിക്കണ്ട, കരാർ അങ്ങനെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയം മനസ്സിലായ ഞങ്ങൾക്ക്. ഒരു ഖാദിയും മടവൂർ ഷെയ്ഖുനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനാക്കി. മടവൂർ ഷെയ്ഖുന ആ ഖാദിയോട് പറഞ്ഞു, ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്നെ മയ്യത്ത് കുളിപ്പിക്കണം കേട്ടോ, നിങ്ങൾ മരിച്ചാൽ ഞാൻ നിങ്ങളെ കുളിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ആദ്യം മരിച്ചത് ഷെയ്ഖുന മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ. അങ്ങനെ വഫാത്തായപ്പോൾ ഈ ഖാദിയാരാണ് കുളിപ്പിക്കാൻ വരുന്നത്. ഖാദിൻ്റെ പേരൊന്നും പറയുന്നില്ല, അല്ലാഹു അഅലം. ഈ എപ്പോഴും അവൻ പറയലുണ്ട്, നൗഷാദിനെ പറയലുണ്ട്, ഇത് ബൈലക്സ് യുഗമാണ്, ഇൻ്റർനെറ്റ് യുഗമാണ്, ആൾക്കാർ ഒപ്പിയെടുക്കും, പിടിച്ചെടുക്കും, എന്നിട്ട് കാട്ടിക്കൊടുക്കേണ്ടി വരുന്നൊക്കെ. ഇത് ഈ പ്രസംഗത്തിൻ്റെ ടൈമിന് അവനെ മറന്നതാണ്. അതുകൊണ്ട് ഏതായാലും ആവട്ടെ, ആ ഖാദിയർ വന്നു. ഖാദിയർ മടവൂർ CM വലിയുള്ളാനെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് കുളിപ്പിച്ചതെന്ന് പെട്ടെന്ന് മടവൂർ CM വലിയുള്ള ഒന്ന് കണ്ണു തുറന്നു നോക്കി. ആരാണ് കുളിപ്പിച്ചതെന്ന് അറിയണ്ടേ? അപ്പം കുളിപ്പിച്ചത് ആരാ നോക്കാൻ വേണ്ടിയിട്ട് മരിച്ചെടുക്കണ മടവൂർ CM വലിയുള്ളാഹി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ ഖാദിയർ തന്നെയാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഖാദിയർ എന്ത് ചെയ്തു, മടവൂർ ഷെയ്ഖുനാനോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് കുളിപ്പിക്കണത്, അവിടെ കടന്നോളി, ഞാൻ തന്നെയാണ് കുളിപ്പിക്കണതെന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ബനി പറഞ്ഞത്. ഇത് ഞാൻ ഇവൻ പറഞ്ഞ രൂപത്തിൽ പരിഹസിച്ചു എന്നുള്ളൂ കേട്ടോ, പരിഹസിച്ചു തന്നെയാണ്. ഇവൻ പറഞ്ഞ രൂപത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേന്നുള്ളാഹുലും വേറെ വിഷയം. സംഭവിക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല, കാരണം അതിനൊക്കെ തന്നെ കറാമത്ത് എന്ന് പറയാം. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സംഭവങ്ങൾ ഔലിയാക്കളിൽ നിന്ന് ഉണ്ടാവുന്നതിനേക്കാണ് കറാമത്ത് എന്ന് പറയാം. നമ്മളെ മനസ്സുകൊണ്ട് നമ്മളെ ദീനില്ലാതെ നമുക്ക് ഹാജരാക്കാൻ കഴിയൂല, നമ്മളെ ബുദ്ധിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനത്തതൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് കറാമത്ത് എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ അമ്പിയാക്കന്മാർക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദാണ് റസൂലാണെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാത്ത ജൂതനോട് ഈത്തപ്പന മരം പറഞ്ഞാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഈത്തപ്പന മരത്തിനോട് അടുത്തേക്ക് വിളിച്ച് റസൂലുള്ളാഹി തങ്ങൾ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ ഈത്തപ്പന കൊലയോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ആ ഈത്തപ്പന കൊല ഇറങ്ങി വന്നിട്ട് ഞാൻ ആരാന്നാ ജൂതനാണ് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ഈത്തപ്പന കൊല പറഞ്ഞു കൊടുത്തു എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഇപ്പോൾ നമ്മളെ ബുദ്ധിക്കോ അതല്ലെങ്കിൽ മറ്റോ യോജിക്കാൻ കഴിഞ്ഞോളൊന്നുണ്ടാവില്ല. പക്ഷെ അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. അതുപോലെ തന്നെ നടക്കുന്ന കാര്യങ്ങൾക്കാണ് കറാമത്ത് എന്നൊക്കെ പറയാം. പക്ഷേ ഈ സംഭവം ഉണ്ടോ അല്ലേ എന്നുള്ളാഹു ആയാലും അത് വേറെ വിഷയം. എന്നാലും ഇവൻ ഈ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ, ഔലിയാക്കന്മാരുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ഇവനൊന്ന് ചിന്തിക്കേണ്ടിയിരുന്നു, ശരീഅത്തിന്റെ പണ്ഡിതന്മാരെ ഒഴിവാക്കി വിടേണ്ടിയിരുന്നു. അതുള്ളൂ ഇവൻ്റെ അടുത്ത് തെറ്റ്. ഇവൻ ത്വരീഖത്തിൽ അംഗീകരിച്ചോ, ഇവൻ ത്വരീഖത്തിൽ പോയോ, അതൊന്നും നമ്മളെ വിഷയമല്ല. ഇവനെ നമ്മൾ ഇത്രമാത്രം പരിഹസിക്കുന്നതും ഇവൻ എത്രമാത്രം പറയുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടിക്കൊണ്ട് ഇവൻ്റെ വയസ്സിനേക്കാൾ കൂടുതൽ കാലത്തോളമായി ഇവിടെ ഓടിപ്പാഞ്ഞു നടക്കുന്ന പണ്ഡിതന്മാരെ ഇവൻ പുച്ഛിച്ച് തള്ളുന്ന ഈ രൂപം കണ്ടതുകൊണ്ടാണ് ഇവനെ ഈ രൂപത്തിൽ ഇവനെ പറയുന്നത്. കാരണം ഇവനൊന്നുമില്ല, ഇവൻ്റെ ബുദ്ധി നായി നക്കിയെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ
ദീനിൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് അദബിനിക്കാണ്. ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് അദബിനിക്കാണ്. അദബ് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ഇൽമിനിക്കും മറ്റുള്ള ഷെയ്ഖിനിക്കും മറ്റുള്ള മുറബ്ബീനും ഒക്കെ സ്ഥാനമുള്ളത്. ആദ്യം നമുക്ക് എന്താ വേണ്ടത്? അദബ് വേണം. അദബില്ലാത്ത കാട്ടിക്കൂട്ടൽ ഇവൻ്റെ അടുത്ത് കണ്ടു, അദബില്ലാത്ത പറച്ചിൽ ഇവൻ്റെ അടുത്ത് കണ്ടു. പേരോട് ഉസ്താദിനെ എടോ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുക. പേരോട് ഉസ്താദിനൊക്കെ എടോ എന്നൊക്കെ വിളിക്കുക. ഓൻ്റെ വാപ്പാൻ്റെ വയസ്സുള്ള ആളാ പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിനോ എടോ എന്ന് വിളിച്ചിട്ടൊക്കെ അവൻ സംസാരിക്കുന്ന ഒരു പ്രസംഗം കേട്ടപ്പോൾ ആ പ്രസംഗം കേട്ടിട്ട് എൻ്റെ ഫോണ് കിടന്നു പോയി. കാരണം അത്ര വെറുപ്പായി. കാരണം നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷകരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പേരോട് ഉസ്താദ്. ഞാൻ എ പി ഉസ്താദിനേക്കാൾ എന്ന് പറയാം ഒരു ഭാഗത്തിലൂടെ നോക്കുമ്പോൾ അത്രമാത്രം ഇഷ്ടമാണ് പേരോട് ഉസ്താദിനോട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം അതൊരു വായില് മുത്തയിലാണ്. മറ്റുള്ളവരൊന്നും അതല്ല എന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പേരോട് ഉസ്താദ് ഒരു പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ച് അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടറിയോ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടറിയോ? ഉസ്താദിൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായത് കൊണ്ടാണ്.